കേരളത്തിലെ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ വരും എന്നുള്ളത് ഒരു വലിയ ചർച്ചയാണ്. പക്ഷേ ആ ചർച്ചയേക്കാൾ ഉപരി ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുമോ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം എന്നുള്ളതാണ്. ആ കാണാം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വി.ഡി. സതീശൻ്റെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് പരിശോധിച്ചാൽ അദ്ദേഹം വലിയ ആഹ്ലാദത്തിലല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഫ്രീ ഹാൻഡായി പിണറായി വിജയനൊക്കെ ഭരിച്ചതുപോലെയുള്ള എല്ലാ അധികാരങ്ങളോടും കൂടി ഒരു മുഖ്യമന്ത്രി ആയിരിക്കാൻ അദ്ദേഹത്തിന് സാധ്യതകളില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ വരാനിരിക്കുന്നത് വലിയ പ്രതിസന്ധികളുമാണ് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ അദ്ദേഹം തന്നെ ചെന്ന് നേരിട്ട് മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വി.ഡി. സതീശൻ ആവുകയാണെങ്കിൽ തന്നേക്കാൾ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള വി.ഡി. സതീശൻ്റെ കീഴിൽ ഒരു മന്ത്രിയായിട്ടിരിക്കാൻ ഞാനില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം ഈ വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 5-8 മണിക്കൂറുകളോളം അദ്ദേഹം ആരോടും സംസാരിച്ചില്ല, മിണ്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, അന്ന് അദ്ദേഹം ഗുരുവായൂരപ്പനോട് പോയി സാധാരണ എല്ലാ മാസവും മലയാള മാസവും 1-ാം തീയതി ചെയ്യാറുള്ള പോലെ സങ്കടം പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സങ്കടം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ചടങ്ങ് എന്നുള്ള നിലക്ക് വളരെ ഫോർമലായി അഭിനന്ദനം അറിയിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് നടത്തിയത്. കൂടാതെ അദ്ദേഹം തിരിച്ചു വന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് എങ്ങനെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആ രീതിയിലേക്ക് അദ്ദേഹം കൂടി എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ ജനഹിതം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടൊട്ടുക്ക് പ്രകടനങ്ങളൊക്കെ നടക്കുകയും അപ്പോൾ അതിന് ഏതാണ്ട് ഹൈക്കമാൻഡ് വഴങ്ങി കൊടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു നരേറ്റീവാണ് പുറത്തു വരുന്നത്. സത്യമതല്ല. സത്യം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഞങ്ങൾ പിന്തുണക്കണമെങ്കിൽ വി.ഡി. സതീശൻ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് പോലും എടുത്തേക്കുമോ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഭയമാണ്. കാരണം നിങ്ങളുടെ പാർലമെൻ്ററി പാർട്ടിയെ ലീഡറെ തീരുമാനിച്ചാൽ ഞങ്ങൾ ആദ്യം അറിയിക്കണം, എന്നിട്ട് വേണം പ്രഖ്യാപിക്കാനെന്ന് അവർ പറഞ്ഞിരുന്നു. കൂടാതെ അങ്ങനെ അറിയിച്ചാൽ ഞങ്ങൾക്ക് യോഗം ചേരാനുള്ള സമയം വേണം എന്നുകൂടി പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ ഒരു പിന്തുണ കത്ത് കൂടി ആവശ്യമുള്ളത് കൊണ്ട് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് തോന്നിയിരുന്നു. കൂടാതെ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ അടുത്ത തവണ വയനാട് നിന്ന് ജയിക്കാൻ കഴിയില്ല, ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ കെ.സി. വേണുഗോപാലിന് ജയിക്കാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള കടുത്ത സ്റ്റാൻഡുകളിലേക്ക് അവരെടുത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇടക്ക് തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ കീറാമുട്ടിയായിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ കാര്യമാണ്. ഈ രമേശ് ചെന്നിത്തല ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിരവധി എം.എൽ.എമാരുണ്ട്. ഇപ്പോൾ അൻവർ സാദത്തുണ്ട് ആലുവയിൽ നിന്ന്, അതുപോലെ I.C. ബാലകൃഷ്ണനുണ്ട് വയനാട് നിന്ന്, അതുപോലെ ജ്യോതികുമാർ ചാമക്കാലയുണ്ട്, പിന്നെ നമുക്കറിയാം അബിൻ വർക്കിയുണ്ട് ആറന്മുളയിൽ നിന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള എം.എൽ.എമാരൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വസതിയിലേക്ക് എത്തിയപ്പോൾ ഇവരെല്ലാവരെയും ഒരുമിച്ചാണ് കാണുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഇനി ഇദ്ദേഹം ആഭ്യന്തരമന്ത്രി ഇവിടെ ആയില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇനിയും ഒരു 10 കൊല്ലവും കൂടി വെയിറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ് അസന്നിഗ്ധമായി പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ആ സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി BJP തന്നെ വലിയ ശ്രമം നടത്തുകയും അദ്ദേഹത്തിന് സാധാരണ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കൊടുത്ത പോലെ ഒരു കാറ് കൊടുക്കുന്ന സഹമന്ത്രി സ്ഥാനമല്ല, പകരം കേന്ദ്രത്തിലേക്ക് ഞങ്ങളൊരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തന്നെ തരാം എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് കൂടെയുള്ള MLA-മാരെ കൂടി കൊണ്ടുവന്നാൽ അവരെ കൂടി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന വലിയ സന്ദേശം കൂടിയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല കുറച്ചുകൂടി കരുത്തനാവുകയും അദ്ദേഹം ഇപ്പോൾ എൻ്റെ മന്ത്രിസ്ഥാനം അവിടെ നിൽക്കട്ടെ, അത് സമ്മതിക്കാമെന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയെങ്കിലും അതുമാത്രം പോരാ, പകരം തൻ്റെ കൂടെയുള്ള അൻവർ സാദത്തിനും I.C. ബാലകൃഷ്ണനൊക്കെ കൂടി മന്ത്രിസ്ഥാനം വേണം എന്ന് പറയുന്ന കടുത്ത നിലപാടിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനും ചർച്ച ചെയ്യാനും കെ.സി. വേണുഗോപാൽ കൂടി എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ കെ.സി. വേണുഗോപാലിൻ്റെ ഉള്ളിലും ഒരു സന്തോഷമുണ്ട്. തന്നെ വളരെയധികം അപമാനിച്ച, തന്നെ വളരെയധികം ആക്രമിച്ച സതീശൻ ക്യാമ്പിനോട് ഇനി ഒരു തീർപ്പിൽ നിൽക്കേണ്ടതെന്നും പകരം രമേശ് ചെന്നിത്തലയും കെ.സിയും കൂടി ഒന്നിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ 3 മുഖ്യമന്ത്രിമാരുണ്ടാകുന്ന അവസ്ഥ തന്നെ ഉണ്ടാകുമെന്നും കണ്ടുകൊണ്ട് ആ ഒന്നിക്കാനുള്ള സാധ്യതകളിലേക്ക് കൂടിയാണ് അവർ ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഉറപ്പായും തന്നെ ഏതാണ്ട് ആഭ്യന്തരമന്ത്രിയാകും എന്നുള്ളത് ഉറപ്പുവരുത്തിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഇനി ഏറ്റവും അവസാനം കോൺഗ്രസ് ആയതുകൊണ്ട് എന്ത് ട്വിസ്റ്റ് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ വന്നാൽ വേണമെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നൊരവസ്ഥയും നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായും തന്നെ കേരളത്തിൽ വലിയ ഉയർച്ചയിലേക്ക് പെട്ടെന്ന് BJPക്ക് എത്താൻ പറ്റും.
കാരണം പഴയ പോലെയല്ല. ഇപ്പം ഈ അത്യാവശ്യം ജനസ്വാധീനമുള്ള നേതാക്കൾ കൂടി വന്നാൽ BJP-യിൽ നിന്ന് മത്സരിച്ചാൽ പോലും ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുള്ള ഏതാണ്ട് 30-ലധികം 40ഓളം വരുന്ന മണ്ഡലങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഒരു മീറ്റിയോറിക് റൈസിന് കൂടി സമയമായോ എന്നുള്ളത് കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളൊക്കെ തന്നെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ എന്താണെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ഉറപ്പായിരിക്കുന്നു. ഒന്നുകിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി, അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് വകുപ്പുള്ള മന്ത്രി എന്നുള്ളതാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയേണ്ട, അത് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചല്ല, അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. പക്ഷേ നമ്മുടെ ചാനലിനെ കുറിച്ചാണ്. ഞാനൊരു പുതിയ ചാനൽ കൂടി നമ്മൾ തുടങ്ങുന്നുണ്ട്. അത് ഒരു പോഡ്കാസ്റ്റുകൾ മാത്രം കൊടുക്കുന്ന, ഇൻ്റർവ്യൂകൾ മാത്രം കൊടുക്കുന്ന ഒരു ചാനലായിരിക്കും എന്നുള്ളത് പറഞ്ഞോട്ടെ. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ്. BCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊതു ധാരണാ നിർമ്മിതികൾക്കപ്പുറം എന്ന് പറയുന്ന ഒരു അർത്ഥം വരുന്ന ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധ നിർമ്മിതി കേരളത്തിലൊക്കെ തന്നെ നടക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയും ഒക്കെ കൂടി ഒരുമിച്ച് ശ്രമിക്കുകയും ചില വൻകിട മാധ്യമങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ഇത്തരത്തിൽ പലപ്പോഴും ആടിനെ പട്ടിയാക്കുന്ന പ്രചരണങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. അത്തരത്തിൽ ഒരു പൊതുബോധം നിർമ്മിച്ചെടുക്കാനും കാര്യകാരണവും സഹിതമൊന്നും ചിന്തിക്കാതെ തന്നെ പലപ്പോഴും നമ്മൾ പക്ഷം പിടിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു ചെറിയ പോരാട്ടത്തിൻ്റെ ഒരു ശ്രമമാണ് ഇത്തരത്തിലുള്ളൊരു ചാനൽ എന്ന് പറയുന്നത്. വലിയ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള വളരെ സമഗ്രമായി വിശകലനം ചെയ്യുന്ന, അതിൽ എന്തുകൊണ്ടാണ് പല മാധ്യമങ്ങളും പല സ്റ്റാൻഡുകൾ എടുത്തുന്ന അടക്കം വിശകലനം ചെയ്യുന്ന പ്രോഗ്രാമുകളായിരിക്കും അതിനകത്തുണ്ടാവുക. കൂടാതെ വലിയ വലിയ ആളുകളുമായിട്ടുള്ള നിരവധി ഇൻ്റർവ്യൂകൾ, അതും കുറച്ചുകൂടി സ്ട്രെയിറ്റായി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ആളുകളുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ മാത്രമേ നമ്മൾ എടുക്കാനും സാധ്യതയുള്ളൂ. ആ മാസത്തിൽ ഒരു 2-3 ഒക്കെ എടുക്കാൻ സാധ്യതയുള്ളൂ. കാരണം അത് വലിയ പണച്ചെലവുള്ളൊരു കാര്യമാണ് അത് ചെയ്യുക എന്ന് പറയുന്നത്. കൂടാതെ വലിയ എഫേർട്ടും വേണ്ടി വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ, ഈ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ആ മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഒക്കെ എടുത്തുകൊണ്ട് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. അത് മന്ത്ലി ഉള്ളൊരു കാര്യമാണ്. പക്ഷേ രണ്ടാമത്തത്, നമ്മൾക്ക് ഒറ്റത്തവണ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയാവുന്ന, അല്ല കുറച്ചുകൂടി വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടി ഗൂഗിൾ പേ നമ്പറും നമ്മുടെ അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞോട്ടെ. അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോഡ്കാസ്റ്റ് പോലെയുള്ള പരിപാടികൾ നിരന്തരമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയൂ. അപ്പോൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ വലിയ തോതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ചാനലിൻ്റെ പേര് മറന്നു പോകേണ്ട. അതിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രോ വീഡിയോ എന്ന് വരും. രണ്ടാമത്തെ വീഡിയോ വലിയ പോഡ്കാസ്റ്റ്, അതിപ്പോൾ മിക്കവാറും ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ നമുക്കത്, നാളെയോ മറ്റന്നാളോ തന്നെ അതും കൂടി റിലീസ് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത് വലിയ ലെങ്തി ആയതുകൊണ്ട് എഡിറ്റിങ്ങിനൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ഇതുവരെ ഉണ്ടായ സപ്പോർട്ടുകൾക്ക് നന്ദി. ഇനി ഉണ്ടാകാനിരിക്കുന്ന സപ്പോർട്ടുകൾക്ക് നന്ദി. ആ ചാനൽ നിങ്ങൾ ഉറപ്പായിട്ടും തന്നെ കാണാൻ മറക്കരുത് എന്നുള്ളത് കൂടിയാണ് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്.